വാങ്കഡയിൽ 200-ൽ കുറഞ്ഞതൊന്നും ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നില്ല. അളന്നെടുത്ത ടീമിൽ 8 വിക്കറ്റും കളം നിറഞ്ഞ് കളിക്കും എന്ന് സാരം. സിക്സറുടെ എണ്ണം എത്രയെന്ന് കുറിച്ചാൽ മാത്രം മതിയാകും. അത് ഈ ടീമിനെ ക്രിക്കറ്റ് ലോകം ഭയക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ USA തുടക്കം തന്നെ ഇന്ത്യയെ വിറപ്പിച്ച് കളയുന്നുണ്ട്. പവർ ഹൗസ് ഡക്കായി വീഴുന്നു. തിലക തീർത്ത പ്രഷർ റിലീസിൽ പക്ഷേ ഇഷാൻ പിടികൊടുക്കുന്നുണ്ട്. ശേഷം വന്ന ദൂബെ ഗോൾഡൻ ഡക്ക്. പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഒരു ഓവറിൽ 3 വിക്കറ്റ് അടക്കം 46-ൽ 4. കുറച്ച് നാളുകളേറെയായി ഹിറ്ററുകളും ബിഗ് ടോട്ടലും മാത്രം കണ്ട ഇന്ത്യൻ ഗാലറി പതിയെ നിശബ്ദമാകുന്നുണ്ട്. പക്ഷേ കണ്ണിലിരുട്ട് കയറിയ കാഴ്ചകളിൽ ഒരാൾ മാത്രം വാങ്കഡയിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ടീം തകർന്നു കഴിഞ്ഞിരിക്കുന്നു. അയാൾ കളിച്ചില്ലെങ്കിലും തൻ്റെ ടീമിന് അയാൾ നൽകുന്ന പിന്തുണയ്ക്ക് അവർ നിരന്തരം വിജയം പകരം നൽകാറുണ്ട്. പക്ഷേ ഇന്ന് വേൾഡ് കപ്പ് വേദിയിൽ ആ കണക്കൂട്ടലുകളെല്ലാം തകർന്നു നിൽക്കുകയാണ് അയാൾ. എല്ലാ കണ്ണുകളും തനിക്ക് നേരെ. അതെ, അയാൾക്ക് അവർക്ക് മുന്നിൽ തെളിയിക്കണമായിരുന്നു. തന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി പഴയതെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കും പോലെ അയാൾ വീണ്ടും ആ പഴയ സ്കൈയായി മാറുകയാണ്. റിങ്കുവിനെ കൂട്ടുപിടിക്കും മുന്നേ വീണ്ടും വിക്കറ്റ്. ശേഷം 2 അക്കം കാണാതെ ഹിറ്റർ ഹാർദിക് മടങ്ങുന്നുണ്ട്. 12 ഓവറിൽ 77-6. പിന്നീട് അഭിമാനം കാക്കണമെന്ന ഗാലറിയുടെ ചിന്തകൾക്ക് മുകളിൽ അയാൾ പതിയെ ഒരു കൊടുങ്കാറ്റായി വീശുകയായിരുന്നു. അക്സരമൊത്ത് 118-ലേക്ക്. അർഷദീപിനെ അപ്പുറം നിർത്തി 140. അവസാനം വരുണക്കൂടി നോൺ സ്ട്രൈക്കിൽ നിർത്തി ഒറ്റയാൾ പോരാട്ടം. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡീപ് ലെഗിൽ 6കളും 4കളും കൊണ്ട് അയാൾ 49-ൽ 84 അടിച്ചുകൂട്ടി. അയാൾ വാങ്കഡയിൽ ഇന്ത്യക്കായി ഒരു സ്കോർ ബോർഡ് തീർത്തു. അത് USAക്ക് 161 വിജയലക്ഷ്യം. അതിനിടയിൽ പക്ഷേ 50 നേടിയ ഒരു കാഴ്ചയുണ്ടായിരുന്നു. ആ ഗാലറിയിൽ ഇല്ലായിരുന്നുവെങ്കിലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണമെന്ന് തോന്നിയ നിമിഷം. വലിയ ടോട്ടലുകളിലും 50കളും സെഞ്ചുറികളും അടിക്കുന്നതിനേക്കാൾ മൂല്യമേറിയ 50. അഭിമാനം തോന്നിപ്പോയ നിമിഷം. ഗംഭീറിൻ്റെ പ്ലാനുകളെല്ലാം തെറ്റുമ്പോഴും USA ചെറുതായി കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. വളരെ ചെറിയ സ്കോർ ബോർഡായിരുന്നുവെങ്കിൽ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയതിനെന്ന് കളി അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. പക്ഷേ അവിടെയാണ് യഥാർത്ഥ നായകൻ വിജയനായകനാകുന്നത്. സ്കോർ ബോർഡ് സേഫാണെങ്കിലും ബുംറയുടെ പരിക്ക് തന്നെയായിരുന്നു ഭയം. ആ ഭയം നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ സിറാജിൻ്റെ തിരിച്ചുവരവും അർഷദീപിൻ്റെ സ്പെല്ലും വരുണും അക്സറും തീർത്ത മാജിക്കും കൂടിയാകുമ്പോൾ ഇന്ത്യ വിജയിക്കുകയാണ്. അത് വാങ്കഡയിൽ ഇന്ത്യ ആദ്യ വിജയം നേടുന്നു. അതും അവരുടെ നായകൻ്റെ ഷോൾഡറിലേറിക്കൊണ്ട്. അത് സൂര്യകുമാർ യാദവ് അയാൾക്ക് ആ കിരീടം അർഹിക്കുന്നുവെന്ന് വീണ്ടും കാലം തെളിയിക്കുകയാണ്. വെറും കളികളിൽ എങ്ങനെയാണെന്നറിയില്ല. ബിഗ് നെയിമുകൾക്ക് വീണ്ടും നിലതെറ്റുമോ എന്നും അറിയില്ല. പക്ഷേ അവിടെ അയാളെന്നൊരു വിശ്വാസമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിൽ കുറിച്ചെടുക്കുകയാണ്.